നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യപാനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. പല്ലിശ്ശേരി സ്വദേശി പുത്തൻ വീട്ടിൽ 70 വയസ്സുള്ള കനകനാണ് സാരമായി പരിക്കേറ്റത്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് ഒരുങ്ങുന്നു. ഡിസംബർ 23 മുതൽ 31 വരെ 9 ദിവസമാണ് അവണിശ്ശേരി ഫെസ്റ്റ് നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്രദാതാക്കളെ ആദരിക്കലും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഴുവിൽ AC പ്രസിഡന്റ് ബ്രദർ TP വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിയങ്ങാടിയിൽ അന്നം പ്രിന്റിംഗ് ഷോപ്പിൽ മോഷണം. ഓഫീസ് റൂമിലെ മേശവരിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. വാർത്തകൾ വിശദമായി. മദ്യപാനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. പല്ലിശ്ശേരി സ്വദേശി പുത്തൻ വീട്ടിൽ 70 വയസ്സുള്ള കനകനാണ് സാരമായി പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടേശ്വരം സ്വദേശി 46 വയസ്സുള്ള രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് ഒരുങ്ങുന്നു. ഡിസംബർ 23 മുതൽ 31 വരെ 9 ദിവസമാണ് അവണിശ്ശേരി ഫെസ്റ്റ് നടത്തുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണശ്ശേരി എന്നിവരുടെ സാന്നിധ്യത്തിൽ വാദ്യോപകരണ കലാനിപുണൻ ബിഷോയ് അനിയൻ സാക്സോഫോൺ വാദനത്തിലൂടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗാനമേള, നാടൻപാട്ട്, വാദ്യസംഗീതം, ഫ്യൂഷൻ, നാടകം, കഥാപ്രസംഗം, നൃത്തനൃത്യങ്ങൾ, വെസ്റ്റേൺ ബാൻഡ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. ഇവിടെ ഉള്ള അവണിശ്ശേരിയിലുള്ള മുഴുവൻ വ്യാപാരികളുടെയും സപ്പോർട്ടോടുകൂടിയും അതിനോടൊപ്പം വ്യാപാരത്തിന്റെ ഉള്ളിൽ ഒരു ഉണർവ് കൊണ്ടുവരാൻ വേണ്ടിയും കല, ഇപ്പോൾ കേരളോത്സവം പോലുള്ള പരിപാടികളിലൂടെ യുവജനങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും എല്ലാ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെയുള്ള കഴിവുള്ള പ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ അവണിശ്ശേരി ഫെസ്റ്റ് എന്നുള്ള ഒരു നാട്ടുത്സവം, നാടിൻ്റെ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഒരു പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന ഒരു ഉത്സവമായിട്ട് അവണിശ്ശേരിയിൽ ഡിസംബർ 23 മുതൽ 31 വരെ നമ്മൾ അവണിശ്ശേരി ആനക്കല്ല് സെൻറ്റർ ഫുള്ളായിട്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ വലിയ രീതിയിലുള്ള സ്റ്റാച്യുകൾ, പ്ലോട്ടുകൾ വെച്ചുകൊണ്ടുള്ള ആളുകൾക്ക് ആ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ആനക്കല്ല് സെൻറ്ററിൽ ആ ഹൈമാസ്റ്റ് ലൈറ്റിന് ചുറ്റുമായിട്ട് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അമ്മമാർ കുറച്ചു നേരം ഈ സീരിയൽ കാണാൻ നല്ലത് വേറൊന്നുമില്ല. അപ്പോൾ അവരേനെയും കൂടി ഒന്ന് പുറത്തിറക്കാനും, അപ്പോൾ കുട്ടികളെ ഒരു എന്നും എപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നിൽക്കുന്നതാണ് അവർക്കൊരു റിലാക്സേഷൻ. പിന്നെ നമ്മുടെ അന്യം നിന്ന് പോയ നമ്മുടെ കലാപരിപാടികളൊക്കെ കൊണ്ടുവരുന്നതിനും എല്ലാറ്റിനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംരംഭം, ഒരു നാട്ടുത്സവം ആണ് നമ്മൾ ഇതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സമ്മാന ട്രീ, സെൽഫി പോട്ട്, ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയവയും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. നാട്ടിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരുടെ പ്രതിഭകൾ അവതരിപ്പിക്കുവാനായി സൗജന്യമായൊരു വേദിയൊരുക്കുക, അവരെ ആദരിക്കുക എന്നതും ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, ജനറൽ കൺവീനർ രാജു AR, ജനറൽ സെക്രട്ടറി ശൈലേഷ്, ട്രഷറർ ബാബു എടക്കാട്ടിൽ, പ്രസിഡന്റ് വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്രദാതാക്കളെ ആദരിക്കലും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഴുവിൽ AC പ്രസിഡന്റ് ബ്രദർ TP വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നേത്രദാനം ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അപൂർവം വാടാനപ്പള്ളി പോലെയുള്ള ചില ഇടവകളിലും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു വന്ന് പോയിരുന്നപ്പോൾ ഈ കോവിഡും കൂടി വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു, പ്രവർത്തനം നിർജീവമായി. അങ്ങനെ ഈ നേത്രദാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട്.
പ്രസിഡന്റ് AV ജോസ് അധ്യക്ഷത വഹിച്ചു. വനജ PS ഇവിടേക്കാണ് അന്ന് ഉദ്ഘാടനത്തിന് വന്നിരുന്നത്. അവർക്ക് നല്ല രീതിയിൽ അവർ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അവരെല്ലാം ഇതുപോലെ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ 11 നേത്രം കൊടുക്കുവാനും 22 പേർക്ക് അതിലൂടെ കാഴ്ച കിട്ടുവാനൊക്കെ സാധിച്ചത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ മാത്രം ഒരു പ്രവർത്തനമല്ല. അതുപോലെ അച്ഛൻ്റെ എല്ലാവിധ പിന്തുണകളുമുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ബ്രദർ TP റീസൈഡ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അത് AC ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ CC രൂപതലത്തിലും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഫാദർ ജോൺസൺ കുണ്ടുകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നേതൃദാതാക്കളെ ആദരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ വനജ PS, PC പ്രഹ്ലാദൻ, EV ഉണ്ണികൃഷ്ണൻ, ശ്രുതി വിജിൽ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീജിത്ത് NB, CC പ്രോജക്ട് ഓഫീസർ KR പിയൂസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് ആൻഡു പെരുമ്പിള്ളി, വിശ്വാസ പരിപാലനം പ്രിൻസിപ്പൽ ജിജി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് സോജി ഫ്രാൻസിസ്, സെക്രട്ടറി ജോസ് MP, ബെനഡി കുണ്ടുകുളം, ഏകോപന സമിതി ജോയിന്റ് കൺവീനർ സിനി, ട്രഷറർ ജോസ് MA എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മോളി ബേബി, അഡ്വക്കേറ്റ് ജോയി PF എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തൃശൂർ അരിയങ്ങാടിയിൽ അന്നംസ് പ്രിന്റിംഗ് ഷോപ്പിൽ മോഷണം. ഓഫീസ് റൂമിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. അന്നംസ് പ്രിന്റിംഗ് ഷോപ്പിലെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് റൂമിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1,70,000 രൂപ കവർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. സ്ഥാപനോടമ ശ്രീനിവാസൻ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ ഓഫീസ് റൂം പകുതി താഴത്തെ നിലയിലെ പ്രിന്റിംഗ് ഷോപ്പിൽ പോയി വന്നപ്പോഴാണ് പണം മോഷണം പോയതായി അറിഞ്ഞത്. CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പുത്തൻപീടികയുടെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി. സംഗമം രോഗികൾ തന്നെ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, പാലിയേറ്റീവ് കെയർ കൺവീനർ രാജീവൻ KG, ഡോക്ടർ അനിത റാം, ഡോക്ടർ ദേവി അർജുനൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സേവനം നടത്തി നാടിന് മാതൃകയാകുന്ന കാരുണ്യയ്ക്ക് ആംബുലൻസ് നൽകുമെന്ന് CC മുകുന്ദൻ MLA രോഗി ബന്ധു സംഗമത്തിൽ അറിയിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ കിടക്കേണ്ടവർക്കായി 12 കട്ടിലും കിടക്കയും 16 വീൽചെയറും സജ്ജമാക്കി. 52 രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സംഗമങ്ങൾ ഇവിടെ മാത്രമല്ല, എവിടേക്കാണോ പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി വരും കാലങ്ങളിൽ ഇനിയും കൂടുതൽ സംഗമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ. വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വർഷം തോറും നടത്തി വരുന്ന പരിപാടിയാണ് സ്നേഹസ്പർശം. ഈ പ്രദേശത്തുള്ള കിടപ്പ് രോഗികളെ വർഷത്തിലൊരിക്കലെങ്കിലും അവരൊരു പൊതുവേദിയിൽ എത്തിച്ച് അവർക്ക് സന്തോഷവും സുഖവും സമാധാനവും നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് വൻ വിജയമാക്കി തരാൻ സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് 1,500 രൂപ വില വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകൾ സമ്മാനമായി നൽകി. ജപ്തി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VC വത്സൻ ഉദ്ഘാടനം ചെയ്തു. പാർപ്പിടങ്ങൾ ജപ്തി ചെയ്യരുത്, പാർപ്പിടങ്ങൾ ജപ്തി ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം, നിർദ്ധരുടെയും SC/ST വിഭാഗക്കാരുടെയും കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനകീയ വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജപ്തിയുടെ മറവിൽ ഇരകളെ മാനസികമായി പീഡിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ കൺവെൻഷൻ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. കൺവീനർ MA ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദലിത് ചിന്തകനുമായ ഡോക്ടർ M കുഞ്ഞിരാമന്റെ നിര്യാണത്തിൽ കൺവെൻഷൻ അനുശോചനം രേഖപ്പെടുത്തി. പൊതുപ്രവർത്തകരായ TR രമേശ്,
റോജർ കോട്ടയം, സ്റ്റീഫൻ എസ് കുമാർ, അന്തികാട് TR സുബ്രൻ, പ്രീത സുധീഷ്, സമിതി ജോയിന്റ് സെക്രട്ടറി നീതു അനിൽ, വൈസ് ചെയർമാൻ ശൈലജ പെരുമ്പിള്ളിശ്ശേരി എന്നിവർ സംസാരിച്ചു. അരിമ്പൂരിൽ ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കാന്താരിമുളക് കൃഷി, പൂവ് കൃഷി, നെൽകൃഷി, കൂർക്ക കൃഷി തുടങ്ങിയ കൃഷിരീതികൾ നടത്തി നാടിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കൂട്ടം ഇത് 6ാം ഘട്ടമാണ് കൃഷി വിളവെടുപ്പ് നടക്കുന്നത്. കൃഷിയിലൂടെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഇവർ തുടർന്നും മറ്റു കൃഷികൾ ഇവിടെ ചെയ്യാൻ പദ്ധതിയുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തി 500 കിലോ പൂക്കളാണ് വിപണിയിലെത്തിച്ചത്. 10-15ഓളം യുവാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് 3 മാസത്തെ കഷ്ടപ്പാടിന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇനി കാണുന്ന കൂർക്ക കൃഷി വലിയ രീതിയിൽ വിജയിച്ചിവിടെ നിൽക്കുന്നത്. ഏകദേശം ഈ കാലയളവിൽ തന്നെ 140ഓളം കിലോയോളം ഞങ്ങൾ ഇതുവരെ പറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഏകദേശം 100 കിലോയോളം അടുത്ത് ഇനി പറിക്കാനായിട്ടുണ്ട്. ഇതിന് മുൻപായിട്ട് കാന്താരിമുളക് കൃഷിയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പൂക്കൃഷികളും അതുപോലെ തന്നെ നെൽകൃഷിയും ഈ യുവജന സംഘടനകളും മറ്റും ഞങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചു പോയതാണ്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ഈ യുവാക്കളും ഞങ്ങളും എല്ലാവരും നല്ല രീതിയിലുള്ള കൃഷി രീതികളായിട്ട് മുന്നോട്ട് തന്നെ പോകുകയും ചെയ്യും. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ഡിവൈഎഫ്ഐ അരിമ്പൂർ സൗത്ത് മേഖലാ സെക്രട്ടറി വിഷ്ണുപ്രസാദ് KM, ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റ് സെക്രട്ടറി പ്രിബിൻ KP, ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റ് പ്രസിഡന്റ് ഗോകുൽ KG, ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ കൃഷ്ണാർജുനൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രപ്പിന്നിയിൽ പച്ചക്കറിക്കട കുത്തിത്തുറന്ന് മോഷണം. ഹൈസ്കൂൾ റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ബാലപ്പറമ്പിൽ വെജിറ്റബിൾസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം സ്വദേശി മോഹൻലാലിന്റേതാണ് സ്ഥാപനം. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 610 ഗ്രാം തൂക്കവുമായി 6ാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ്. കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 2 വയസ്സുകാരൻ. തൃശൂർ അളഗപ്പനഗർ സ്വദേശി ശ്രേയസ് ആണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത്. 2 വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തിക്കുറിച്ചത് വിധിയെ മാത്രമല്ല, ചരിത്രം കൂടിയാണ്. 14 ജില്ലകൾ, 7 ഭൂഖണ്ഡങ്ങൾ, 10 രാജ്യങ്ങളുടെ പതാകകൾ, ദിവസങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനഃപ്പാഠമാണ് ശ്രേയസിന്. പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. താങ്ക് യു. പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. കാനഡ എവിടെ? കാനഡ. എല്ല അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയുമൊക്കെ ഈ 2 വയസ്സുകാരന് പരിചിതമാണ്. മാസം തികയാതെ 6ാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം. അതും വെറും 610 ഗ്രാം മാത്രം തൂക്കം. ജീവൻ തന്നെ നിലനിൽക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു. എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അതുപ്രകാരം പലതും പറഞ്ഞു. വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു. അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാഠമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. ഇതേപോലെ ജില്ലകളൊക്കെ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം, കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ഇത് വന്നത്. ആരും വിശ്വസിച്ചിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞാലും ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും പ്രീമച്ചോർഡ് ആയ കാരണം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യണ എന്നൊക്കെ പറയുമ്പോ. പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അവർക്ക് വിശ്വാസമായി. ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോ എല്ലാരും ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി. ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ എല്ലാരും കാണുമ്പോ ഒക്കെ പറയണുണ്ട്. മകന്റെ അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത്. ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബം.
കശുവണ്ടി വ്യവസായത്തിന്റെ നാട്ടിൽ കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ രൂപം തീർത്ത് കലാകാരനായ ഡാവിഞ്ചി സുരേഷ് നവകേരള സദസ്സിന്റെ ഭാഗമായാണ് 28 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കലാസൃഷ്ടി ഒരുക്കിയത്. കശുവണ്ടി വ്യവസായത്തിന്റെ നാട്ടിൽ കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ രൂപം തീർത്ത കലാകാരനായ ഡാവിഞ്ചി സുരേഷ് നവകേരള സദസ്സിന്റെ ഭാഗമായാണ് 28 ചതുരശ്രയടി വിസ്തീർണത്തിൽ കലാസൃഷ്ടി ഒരുക്കിയത്. 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടിപ്പരിപ്പാണ് ഉപയോഗിച്ചത്. ഇതിനായി വിവിധ തട്ടിലുള്ള പരിപ്പ് വേർതിരിച്ച് നിറവിന്യാസം ഒരുക്കി. തോട് കളയാത്ത കശുവണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചാണ് മുഖചിത്രത്തിന് പശ്ചാത്തലം ഒരുക്കിയത്. സംസ്കരിച്ച കശുവണ്ടിത്തോട് കഷ്ണങ്ങളാക്കി തലമുടിയുടെ കറുപ്പ് നിറവും മഞ്ഞൾപ്പൊടി ചാലിച്ച കശുവണ്ടിപ്പരിപ്പ് നിരത്തി മുഖവും ഒരുക്കി. കശുവണ്ടിപ്പരിപ്പിന്റെ സ്വാഭാവിക വെള്ളനിറത്തിനൊപ്പം 10ലേറെ ഫുഡ് കളറുകളും ഉപയോഗിച്ചു. കൊല്ലം ബീച്ചിൽ നിർമ്മിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിലാണ് കലാസൃഷ്ടി ഒരുക്കിയത്. 7 മണിക്കൂറോളം എടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപ്പെക്സ് കേരള കാഷ്യൂ ബോർഡ്, കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, ഏജൻസി ഫോർ എക്സ്റ്റൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് എന്നിവ സഹകരിച്ചാണ് കലാരൂപം ഒരുക്കിയത്. ഡാവിഞ്ചി സുരേഷിന്റെ 94ാമത് മീഡിയമാണ് കശുവണ്ടി. സിംബാദ് ഇന്ദ്രജിത്ത് ഡാവിഞ്ചി, സന്ദീപ്, ഫെബി താടി, ഹാരിസ് കൊല്ലം എന്നിവർ സഹായികളായി. എം മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, KSFE ചെയർമാൻ K വരദരാജൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PR സാബു തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റിയുടെ പല്ലിശ്ശേരി കുന്നിലുള്ള ജലശുദ്ധീകരണ ശാലയിൽ നിന്നുള്ള കുടിവെള്ള വിതരണ പൈപ്പ് ലൈനിൽ പല്ലിശ്ശേരി കുന്നുഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 19, 20, 21 തീയതികളിൽ ഊരകം, ഹെർബർട്ട് കനാൽ, എട്ടുമന, പൂച്ചിനിപ്പാടം, പൊട്ടിച്ചിറ, പെരുമ്പിളിശ്ശേരി അമ്മാടം വഴി KSCB റോഡ്, ചാത്തക്കുടം, കൊള്ളിപ്പറമ്പ്, കരുവന്നൂർ വലിയ പാലം, രാജാ കമ്പനി, ശ്രീകൃഷ്ണപുരം, പല്ലച്ചിറ, ചേർപ്പ് പടിഞ്ഞാട്ടുമുറി, പനംകുളം സ്കൂൾ വഴി എറവക്കാട് ഗേറ്റ് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളം തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യപാനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. പല്ലിശ്ശേരി സ്വദേശി പുത്തൻ വീട്ടിൽ 70 വയസ്സുള്ള കനകനാണ് സാരമായി പരിക്കേറ്റത്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റ് ഒരുങ്ങുന്നു. ഡിസംബർ 23 മുതൽ 31 വരെ 9 ദിവസമാണ് അവണിശ്ശേരി ഫെസ്റ്റ് നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വൂർ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേത്രദാതാക്കളെ ആദരിക്കലും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഴുവിൽ AC പ്രസിഡന്റ് ബ്രദർ TP വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിയങ്ങാടിയിൽ അന്നം പ്രിന്റിംഗ് ഷോപ്പിൽ മോഷണം. ഓഫീസ് റൂമിലെ മേശവരിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.